ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു വട്ടയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. കഴിക്കാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനു വേണ്ടി ഒരു ബൗൾ എടുത്ത ശേഷം ഞാൻ അതിലേക്ക് 250 ml കപ്പിൽ 3 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര കപ്പാണ് അതനുസരിച്ച് അളന്നെടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും നല്ലോണം നമുക്കൊന്ന് കഴുകിയെടുക്കാം. നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ 12 മണി 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അരിയൊക്കെ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആ സമയത്ത് തന്നെ ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര, 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങാവെള്ളം, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഈസ്റ്റ് ആണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് നമ്മൾ അരിയൊക്കെ ഇട്ട സമയത്ത് തന്നെയാണ് നമ്മളിതും ചെയ്തെടുക്കുന്നത്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈസ്റ്റൊക്കെ നല്ല ആക്റ്റീവായിട്ടൊക്കെ വരും. നല്ല ഒരു കള്ളിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും. കള്ളില്ലാത്ത കള്ളപ്പമായി വരും കേട്ടോ. അപ്പോൾ വൈകിട്ടായി നമ്മൾ അരയ്ക്കാൻ നേരത്തെല്ലാം എടുത്ത് നോക്കി നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവായി വന്നിട്ടുണ്ട്. പതഞ്ഞ് കുമ്മിളകളൊക്കെ ആയി വന്നിട്ടുണ്ട്. അരിയും ചവ്വരിയും എല്ലാം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി മിക്സിയുടെ ജാറിട്ട് കുറേശ്ശെ ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അരിയും ചവ്വരിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി. ഈ ചവ്വരിയും ചേർത്ത് കൊടുത്ത് നമ്മൾ ആ തേങ്ങാവെള്ളത്തിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ കുറേശ്ശെ ഇതൊഴിച്ച് കൊടുത്ത് നരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് നരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ബാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടി. അരിയും ചവ്വരിയും ആ തേങ്ങാവെള്ളത്തിൻ്റെ മിക്സും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടി. അതിലേക്ക് നമുക്ക് ആ തേങ്ങാവെള്ളത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കാം. ഒരു 1/4 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം വെളുത്ത അവലുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല വെളുത്ത വട്ടയപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ ചോറെടുക്കുമ്പോൾ വെള്ളരിയുടെ ചോറെടുക്കും. അതുപോലെ തേങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ പുറത്തെ സ്കിന്ന് കളഞ്ഞ ശേഷം മാത്രമേ തേങ്ങ എടുക്കാവൂ. എങ്കിൽ മാത്രമേ നല്ല വെളുത്ത വട്ടയപ്പം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ തേങ്ങയുടെയൊക്കെ സ്കിന്നൊക്കെ കളഞ്ഞ് 250 ml കപ്പിൽ 1.5 കപ്പ് നിറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഇനിയും വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഏലക്കയുടെ കുരു എടുക്കുന്നുണ്ട്. ഒരു 5-6 ഏലക്കയുടെ കുരുവാണ് ഞാൻ എടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ബാക്കിയുള്ള മിക്സ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം നോക്കിയിട്ട് വേണം നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം. തേങ്ങാവെള്ളം കൂടാതെ എക്സ്ട്രാ ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് അരി എടുക്കുന്നത് അതനുസരിച്ച് നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. അതനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ തലേന്ന് രാത്രിയിലാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കി വെക്കുന്നത്, രാവിലെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാത്രമേ നമ്മളതൊന്ന് അടച്ച് വെക്കാവൂ. മാവെല്ലാം അരച്ച ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസ്റ്ററൊക്കെ വരുമല്ലേ, അപ്പോൾ നമുക്കൊരു നല്ല അടിപൊളി ഒരു വട്ടയപ്പം തയ്യാറാക്കാം. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മാവൊക്കെ ഒന്ന് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. നല്ലതുപോലെ സോപ്പ് പത പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
അപ്പോൾ ഞാൻ ഇളക്കിയെടുക്കുന്ന വീഡിയോ ഓൺ ആക്കിയും പറഞ്ഞിരിക്കുമായിരുന്നു. നോക്കിയപ്പോൾ വീഡിയോ ഫോസ് ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇളക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എൻ്റേത് മിസ്സായി കേട്ടോ. അപ്പോൾ നല്ല സൂപ്പ് പോലെ നമ്മുടെ മാവിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വട്ടയപ്പം പുഴുങ്ങിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മാവ് ഒഴിച്ച് കൊടുത്ത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുമ്പേ നമ്മുടെ ഈ ഒരു പ്ലേറ്റ് ഒന്ന് ലെവലാക്കി വെക്കണം. അതിനുള്ളിൽ ഞാനൊരു കുഞ്ഞു പാത്രം സോസർ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3 തവി ബാറ്ററാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ. അപ്പോൾ ഇനി 5-8 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വെന്തോന്നറിയാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഈ ഒരു വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാ വട്ടയപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് പോലത്തെ ഒരു വട്ടയപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, മറക്കല്ലേ. അപ്പം നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പഞ്ഞ് പോലത്തെ ഒരു വട്ടയപ്പമാണ്. ബാക്കി എല്ലാ മാവും നമുക്ക് ഇതുപോലെ ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഏത് പാത്രത്തിലാണെങ്കിലും വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ തട്ടത്തിനാണെങ്കിലും ചെറിയ ചെറിയ കുഴിയിനകത്താണെങ്കിലും നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മുടെ വട്ടയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും പഞ്ഞിക്കെട്ട് പോലത്തെ വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്കിച്ചൂസ് കറി വേൾഡ്. ബൈ.